ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാസ്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കോവിഡ്-19 നമ്മളെല്ലാവരും ഭീകരാവസ്ഥയിലാക്കിയിരിക്കുന്ന ഈ സമയത്ത് മാസ്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടണില്ല. അതെങ്ങനെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാൻഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് ആണ്. ലൈനിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ ഇവിടെ കട്ട് ചെയ്തതിൽ വളവുണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ ഒരു ലൈന് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 9 ഇഞ്ച് എടുക്കുക. താഴത്തേക്ക് 16 ഇഞ്ച്. ഇത് ഡബിളാക്കാൻ വേണ്ടിയിട്ടാണ് 16 ഇഞ്ച് എടുക്കണം, അല്ലെങ്കിൽ 8 ഇഞ്ച് മതി. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വീട്ടിൽ സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്ന വ്യക്തികൾക്ക്, ഇത് വീട്ടിലുള്ളവർക്കൊക്കെ ഈ മാസ്ക് ഇരുന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു അടിച്ച് സെയിൽ ചെയ്യുന്നത് ഒരു സർവീസും കൂടിയാണ്. ഇപ്പോൾ ഇത് കിട്ടാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഇലാസ്റ്റിക് 2 ഇഞ്ച് വീതിയിലുള്ളതും കിട്ടും, ഇതിങ്ങനെ റൗണ്ട് ഇലാസ്റ്റിക്കും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എടുക്കേണ്ടത് 7 ഇഞ്ച്. 7 ഇഞ്ചിൽ 2 പീസ്. ഇത് രണ്ടാണ് നമുക്ക് മാസ്ക് അടിക്കാൻ വേണ്ടത്. ഇനി എങ്ങനെ മാസ്ക് അടിക്കണം എന്ന് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസിനെ നമ്മൾ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യുക. ഒരു 1/2 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇത് 1/2 ഇഞ്ച് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ മറിച്ചിടുമ്പോൾ ഇവിടെ ഒരു കട്ടി കിട്ടും. ഇവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അത് ഇറങ്ങി പോവാതിരിക്കുക. അതിനാണ് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കണം. ഇതിനെ നമുക്ക് മറിച്ചിടാം. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോയി, അതൊന്ന് ഒപ്പാക്കി കൊടുക്കാം. ഇനി ഇവിടെ കട്ടിക്ക് നിൽക്കാൻ വേണ്ടി ഒരടി കൊടുക്കുക, ഒരു പതിച്ചടിയും കൊടുക്കുക, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഒരടിയും കൂടിയും കൊടുക്കുക. ആദ്യം നമ്മളിത് കറക്റ്റായി അടിച്ചെടുത്ത് വെച്ച് നമ്മൾ ഒരു പതിച്ചടി കൊടുക്കുക. ഇനി ഒരു പല്ലകലത്തിൽ വീണ്ടും ഒരു സ്റ്റിച്ച്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ബലം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. വീണ്ടും ഈ 2 സെൻറ്ററും വീണ്ടും കാണും.
ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇതിനെ ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്തതിലേക്ക് കൊണ്ടുവരിക. തിരിച്ച് ഈ മാർക്ക് ചെയ്തതിനെ സെൻറ്ററിലേക്ക് നമ്മൾ പാവാടയ്ക്ക് ബോക്സ് പ്ലീറ്റൊക്കെ ഇടുന്ന പോലെ കൊണ്ടുവരും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് മുകൾ ഭാഗത്തേക്ക് വരേണ്ടത്. മാസ്ക് ഇതാ നമ്മുടെ മാസ്ക് റെഡിയായി. ഇനി ഇലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം വേണം ഇത് ഫോൾഡ് ചെയ്യാൻ. ഇത് ഇവിടെ നല്ലപോലെ കെട്ടിട്ട് കൊടുക്കുക. റൗണ്ട് എലാസ്റ്റിക് ആയ കാരണം അധികം അടിപൊടില്ല. അതുകൊണ്ട് നമ്മളവിടെ 2-3 പ്രാവശ്യം ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതും ഈ സൈഡും അതുപോലെ ഉള്ളിലേക്ക് അരയിഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് ചെയ്യാം. ഇനി തിരിച്ച് വെച്ച് 2-3 ബാക്ക് സ്റ്റിച്ച് ഇട്ടു. നമുക്കിത് സ്ട്രോങ് ആയി. ഇതുപോലെ ഈ സൈഡും അരയിഞ്ച് ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഡബിൾ ഫോൾഡിങ് ചെയ്യുക. ഈ സൈഡും അരയിഞ്ച് ഉള്ളിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാസ്ക് റെഡിയായി. ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി. ഈ കട്ടിയായിട്ട് അടിച്ച ഭാഗമാണ് നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ലൂസും ഉണ്ടാവും, ഇവിടെ ഇറങ്ങി പോവില്ല. മൂക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടൈറ്റൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മാസ്ക് അടിച്ച് എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.